ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ച് തുടങ്ങിയ ഒരു വിഷയമാണ് കുമ്പസാരം എന്ന കൂദാശ, ദൈവകരുണയുടെ കലവറ അഥവാ ഭണ്ഡാകാരം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ തുടർച്ചയായിട്ട് ഏതാനും കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവകരുണയ്ക്ക് നമ്മളെ ഒരുക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 2 പാരഗ്രാഫ് കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 225 1448. ഇതിലൊന്ന് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. ഫൗസ്റ്റീനായ്ക്ക് ദൈവം കൊടുത്തൊരു സന്ദേശം, കുമ്പസാരക്കൂട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും, പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കും. കുമ്പസാരവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നൊരു കാര്യം, ഇത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഫൗസ്റ്റീന എടുത്ത ഒരു തീരുമാനം, കുമ്പസാരത്തിന് മുമ്പും കുമ്പസാരത്തിന് ശേഷവും പ്രാവർത്തികമാക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും. ഫൗസ്റ്റീന പറയുകയാണ്, കുമ്പസാരത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കുമ്പസാരത്തിന് മുമ്പ് നമ്മൾ ഒരുങ്ങണം, നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓടിച്ചിട്ടൊരു കുമ്പസാരം നടത്തി പോയാൽ വലിയ ഫലമൊന്നും ഉണ്ടാകണമെന്നില്ല. പ്രിയപ്പെട്ടവർ, അതിന് നമ്മൾ വേണ്ടതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അനുതാപത്തോടെ, വിശ്വാസത്തോടെ ഈ കൂദാശ നമ്മൾ ഏറ്റെടുക്കണം. അവിടെ അതിൻ്റെ സൽഫലങ്ങൾ വലുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. കുമ്പസാരത്തിന് മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രണ്ടാമതൊരു ഭാഗം കൂടിയുണ്ട്. അത് ഫൗസ്റ്റീന പറയുന്നത് ഇപ്രകാരമാണ്, കുമ്പസാരം കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശ എന്താണെന്നല്ലേ, കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നല്ലേ ഇത് സൂചിപ്പിക്കുക. കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഫൗസ്റ്റീന പറഞ്ഞത്, ആ അത്ഭുതം ദൈവം പ്രവർത്തിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒന്ന് കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നത് അത്ഭുതകരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും എന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഉറക്കെ പ്രഖ്യാപിച്ചത്. ഏതാനും കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഒരു വിശുദ്ധൻ, ഫൗസ്റ്റീനായെ പോലെ തന്നെ മറ്റൊരു വിശുദ്ധൻ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അത്ഭുതം കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അത്ഭുതം കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത്ഭുതം കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അത്ഭുതം കാണാൻ നീ തീർത്ഥാടനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത്ഭുതം കാണാൻ നീ ഒരുപാട് പണം ചെലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്നെ പ്രതിനിധാനം ചെയ്ത് ഒരു വ്യക്തി, എൻ്റെ പ്രതിനിധി കുമ്പസാരക്കൂട്ടിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി. പോയി നല്ലൊരു കുമ്പസാരം നടത്തിയാൽ മതി, നീ അവിടെ അത്ഭുതം കാണും. ഇത് തന്നെയാണ് ഫൗസ്റ്റീനായും പറഞ്ഞത്, കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം ക്ഷമിക്കുന്നതോടൊപ്പം മറക്കുന്ന ഒരു ദൈവമാണ്. ദൈവകരുണയുടെ ഒരു സൂചനയാണ് അവിടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം പിന്നീട് ഒരിക്കലും നമ്മുടെ പാപങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളത് ദൈവവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മിക്ക 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ ചവിട്ടിത്താത്തി. നമ്മൾ ആരെങ്കിലും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടലിനടിയിൽ കിടക്കുന്ന സാധനം വല്ലതും കാണാറുണ്ടോ? എങ്കിൽ
നമ്മുടെ ഇന്നലകളിലെ പാപങ്ങള് ആഴിയുടെ ആഴത്തിലേക്ക് കർത്താവ് ചവിട്ടി താഴ്ത്തി. ഇനി അതേക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ട ഒരു കാര്യവുമില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചില കാര്യങ്ങളെ അതേക്കുറിച്ച് ഓർത്തും അതേക്കുറിച്ച് പറഞ്ഞും ഇന്ന് ജീവിതത്തിൻ്റെ സുഖം നഷ്ടപ്പെടുത്തുന്ന, കുറ്റബോധത്തിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന ദൈവമക്കളെ നമ്മൾ കണ്ടെന്ന് വരും. കർത്താവ് പറയാണ്, നിന്റെ ഇന്നലകളിലെ പാപങ്ങളെല്ലാം ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ ചവിട്ടിത്താത്തി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:25. നിന്റെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർക്കില്ല. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ഒരിക്കലും നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കില്ല. ഇതെല്ലാം വിസ്മയകരമായ ഒരു കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിലും യോഹന്നാൻ 20 നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ മത്തായി 18:19 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ആരുടെ പാപങ്ങൾ കെട്ടുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നുവോ അവ അഴിക്കപ്പെട്ടിരിക്കും. ഇത് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരധികാരമാണ്. അതുകൊണ്ട് സഭയെ, യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ഇത് സാധ്യമാകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കുമ്പസാരം വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്. വിശുദ്ധീകരിക്കുന്ന കൂദാശ. ഏതാനും വചനഭാഗങ്ങൾ ഇക്കാര്യം നമ്മളെ മനസ്സിലാക്കും. ഈ കാര്യം മനസ്സിലാക്കാൻ ഈ വചനഭാഗങ്ങൾ മാത്രം മതി. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാൻ അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം. ഇത് സാധ്യമാകുന്നത് കുമ്പസാരം എന്ന ആ ഒരു പരിശുദ്ധമായ കൂദാശയിലൂടെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം, സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. ദൈവം നമ്മെ ശുദ്ധീകരിക്കും. അതിന് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. എസെക്കിയേൽ 36-ാം അധ്യായത്തിൻ്റെ 25-26 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. പറയുണ്ട്, കുമ്പസാരം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു കൂദാശയാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവകരുണയുടെ വ്യാപ്തി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം, എസെക്കിയേൽ 33:11 നമ്മൾ കാണുന്നത്, ദുഷ്ടൻ മരിക്കുന്നതിലല്ല എനിക്ക് സന്തോഷം, ദുഷ്ടമാർഗങ്ങൾ ഉപേക്ഷിച്ച് സത്യത്തിലേക്ക്, കൃപയിലേക്ക് തിരിച്ചു വരുന്നതിലാണ്. ഒരു പാപിയും മരിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നില്ല. ദൈവ കരുണയുടെ വലിയൊരു വ്യാപ്തി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ്ലീഹായും പഠിപ്പിക്കുന്നുണ്ട്, 2 പത്രോസ് 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് അവസരം തരുന്നത് നാം അനുദപിച്ച് രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. പറയുണ്ട്, ദൈവകരുണയുടെ വ്യാപ്തിയാണ് അവിടെയെല്ലാം നാം കാണുന്നത്. ദൈവകരുണയുടെ വ്യാപ്തി വെളിപ്പെടുത്തിയ ഏതാനും ചില സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റും. മർക്കോസ് 1:40 മുതൽ വായിക്കുമ്പോൾ യേശു കുഷ്ഠരോഗിയോട് കരുണ തോന്നി അവനെ സുഖപ്പെടുത്തിയ രംഗം. ലൂക്കാ 5:17 മുതൽ തളർവാദ രോഗിയോട് കരുണ തോന്നി അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ആ രംഗം. ലൂക്കാ 8:2, യോഹന്നാൻ 20:1 മുതൽ വായിച്ചാൽ മഗ്ദലന മറിയം ഏതവസ്ഥയിലായിരുന്നു, ഏതവസ്ഥയിലേക്ക് അവളെ ഉയർത്തി എന്നത് ചിന്തിക്കുമ്പോൾ ദൈവകരുണയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കാ 7:36 മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയോട് കരുണ കാണിച്ച യേശുവിനെ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. യോഹന്നാൻ 8:1 മുതൽ വായിക്കുമ്പോൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ആ ഒരു സ്ത്രീ, അവളോട് ദൈവം കരുണ കാണിച്ച് അവളെ രക്ഷിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരൊക്കെ ഈ കൂദാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ
എത്ര വിശിഷ്ടമാണ് കുമ്പസാരമെന്ന് ഈ കൂദാശ ഏറ്റെടുത്ത് ദൈവകരുണയുടെ ആ ഒരു വ്യാപ്തി തിരിച്ചറിയാൻ നമ്മളും ആഗ്രഹിക്കും. വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരസ്ത്രം ശരീരത്തിലേറ്റാൽ അസ്ത്രം ഊരിയെടുത്താൽ മാത്രം പോരാ, അതിൻ്റെ മുറിവ് ഉണക്കണം എന്ന് പറഞ്ഞ പോലെ പാപം ചെയ്തവർ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, കുമ്പസാരിക്കുമ്പോൾ ആ അസ്ത്രം ഊരിയതുപോലെ ആകുന്നു. പക്ഷേ പരിഹാര പ്രവർത്തികൾ ചെയ്ത് ആ മുറിവ് ഉണക്കിയെടുക്കണം. ഇതിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഇന്നലകളിൽ പാപം മൂലം വന്നുപോയ സകല കെടുതികളും മാറ്റിയെടുത്ത് നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,